സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് റേഷ്യോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 തരത്തിലുള്ള റേഷ്യോസ് ആണുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആൻഡ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഈ ഓരോ റേഷ്യോസിനും ഓരോ പർപ്പസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ലിക്വിഡിറ്റി റേഷ്യോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിൽ തന്നെയുണ്ട് ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ലിക്വിഡിറ്റി മീൻസ് ഈസിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ്. സോ ഒരു ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി എത്രത്തോളം ഉണ്ട്, അതായത് ബിസിനസ്സിൻ്റെ എബിലിറ്റി, ബിസിനസ്സിൻ്റെ അസറ്റ്സിനെ എത്രയും പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ ആർ യൂസ്ഡ് to assess the ability of the business to pay the amount due to stakeholders. Okay, so these are calculated to measure the short-term solvency of the business. ഷോർട്ട്-ടേം സോൾവൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 2 ലിക്വിഡിറ്റി റേഷ്യോസ് ആണുള്ളത്, കറൻറ്റ് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ. സോ നമുക്ക് ആദ്യം കറൻറ്റ് റേഷ്യോ എന്താണെന്ന് നോക്കാം. കറൻറ്റ് റേഷ്യോ ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ഫിനാൻഷ്യൽ റേഷ്യോ. നമ്മുടെ ഫിനാൻഷ്യൽ റേഷ്യോസിൻ്റെ കാറ്റഗറിയിൽ വെച്ചിട്ട് ഏറ്റവും ഓൾഡസ്റ്റ് റേഷ്യോ ആണ് കറൻറ്റ് റേഷ്യോ. 1981 ഈ കറൻറ്റ് റേഷ്യോ ആദ്യമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കറൻറ്റ് റേഷ്യോനെ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും അതേപോലെ തന്നെ ബാങ്കേഴ്സ് റേഷ്യോ എന്നും പറയുന്നുണ്ട്. സോ എന്താണ് ഈ കറൻറ്റ് റേഷ്യോ? കറൻറ്റ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറൻറ്റ് അസറ്റ് ടു കറൻറ്റ് ലയബിലിറ്റീസ്. That is, the relationship between total current assets and total current liabilities is expressed through current ratio. Okay. So, current ratio and equation, current ratio is equal to current assets divided by current liabilities. So, ഏതൊക്കെയാണ് കറൻറ്റ് അസറ്റ്സ്? നമുക്കറിയാം ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള കറൻറ്റ് അസറ്റ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത് ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മാർക്കറ്റബിൾ ഓർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, short-term investment, bills receivable, sundry debtors, stock or inventories, work in progress, prepaid expenses. So these all are the current assets. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഷോർട്ട് ടേം അഡ്വാൻസസ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. സോ നമുക്കറിയാം കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത് 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ്സിനെയാണ്. 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ ആ അസറ്റ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് കറൻറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ടേം പീരീഡിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ്സിനെയാണ്. ഇനി കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമ്മൾ പേ ഓഫ് ചെയ്യുന്ന ലയബിലിറ്റി, നമ്മൾ കൊടുത്തു തീർക്കുന്ന ബാധ്യതകളെയാണ് കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കറൻറ്റ് അസറ്റ്സ് നമ്മൾ ഒരു ഷോർട്ട് പീരീഡിലേക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ കറൻറ്റ് അസറ്റും കറൻറ്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കറൻറ്റ് റേഷ്യോയിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് കറൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. 2:1 എന്ന് ഉദ്ദേശിക്കുന്നത് കറൻറ്റ് അസറ്റ്സ് 2 ആണെന്നുണ്ടെങ്കിൽ കറൻറ്റ് ലയബിലിറ്റി 1 ആയിരിക്കും. അതായത് ഒരു കറൻറ്റ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ നമുക്കതിൻ്റെ ഇരട്ടി കറൻറ്റ് അസറ്റ്സ് ബിസിനസ്സിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ഇഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ഫേമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് സ്റ്റാൻഡേർഡ് കറൻറ്റ് റേഷ്യോ. സോ എന്താണ് ഈ കറൻറ്റ് റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ്? കറൻറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ ഫേംസ് കപ്പാസിറ്റി ടു പേ ഇറ്റ്സ് കറൻറ്റ് ലയബിലിറ്റീസ് ഇൻ ടൈം. ഓക്കെ, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറൻറ്റ് ലയബിലിറ്റി പേ ചെയ്യാനുള്ള മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു ബിസിനസ്സിന് എത്രത്തോളം ഉണ്ട്, അതായത് ലിക്വിഡ് ഫോമിലുള്ള ക്യാഷ് ആയിട്ട് ബിസിനസ്സിന് എത്രത്തോളം ഉണ്ട്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കറൻറ്റ് റേഷ്യോ. സോ ഇറ്റ് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സോ ഇനി ഇൻ്റർപ്രിറ്റേഷൻ നോക്കുക. എങ്ങനെയാണ് നമ്മൾ കറൻറ്റ് റേഷ്യോനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക? കറൻറ്റ് റേഷ്യോനെ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാൻഡേർഡ് കറൻറ്റ് റേഷ്യോ എത്രയാണെന്നുള്ളത് നമുക്കറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് കറൻറ്റ് റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഹൈ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ, ഹൈ റേഷ്യോ എന്ന് പറയുമ്പോൾ 2-നേക്കാളും കൂടുതലായി എന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ 3:1 അല്ലെങ്കിൽ 4:1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? എ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് too much of money is blocked in current assets.
ദെൻ ടു മച്ച് ക്യാഷ് ഈസ് ഐഡിൽ, അതായത് കറണ്ട് അസറ്റിൽ പെടുന്നൊരു കാറ്റഗറിയാണ് ക്യാഷ്. ഈ ടു മച്ച് ഓഫ് ക്യാഷ് ഐഡിലായിട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ ടു മച്ച് മണി ഈസ് ബ്ലോക്ക്ഡ് ഇൻ സ്റ്റോക്ക്, സ്റ്റോക്കും കറണ്ട് അസറ്റിൽ പെടുന്നൊരു കാറ്റഗറിയാണ്, സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ. അപ്പോൾ കൂടുതൽ അസറ്റ് സ്റ്റോക്കായിട്ട് കൂടുതൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് സിഗ്നൽ അല്ല. ബിക്കോസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ ഐഡിലായിട്ട് സെയിൽ ചെയ്യാതെ ബിസിനസ്സിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവ് സിഗ്നലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് റേഷ്യോ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫണ്ട്സ് ആർ നോട്ട് പ്രോപ്പർലി യൂസ്ഡ് ഇൻ ദി ബിസിനസ്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഫണ്ട്, ഈ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഒരു വൺ ഇയറിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള ക്യാഷാണ്. ഈ ക്യാഷിനെയൊന്നും നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് ലോ റേഷ്യോ ആണെന്ന് വിചാരിക്കാം. ഒരു ലോ റേഷ്യോ എന്ന് പറയുമ്പോൾ 2:1 സ്ഥാനത്ത് നമുക്ക് 1:1 ആണെന്ന് വന്നിട്ടില്ലെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് കറണ്ട് ലയബിലിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റും 1 ഉള്ളൂ എന്നുണ്ടെങ്കിൽ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് നോട്ട് ഗുഡ് ആൻഡ് ദ ഫേം വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു പേ ഓഫ് ഇറ്റ്സ് ഡെപ്റ്റ്. ബിസിനസ്സിൻ്റെ കടങ്ങൾ തീർക്കാൻ വേണ്ടി, അതായത് ലയബിലിറ്റീസ് തീർക്കാൻ വേണ്ടി, ഇപ്പോൾ ബിൽസ് പേയബിൾ, അതേപോലെ സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ എന്താണ്, കറൻറ്റ് ലയബിലിറ്റിയാണ്. ഈ ലയബിലിറ്റീസ് ഒന്നും പേ ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ക്യാഷ് ഇല്ല എന്നുള്ളതാണ് ഒരു ലോ കറൻറ്റ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ റേഷ്യോൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ 2:1 ആണ്. സോ നമുക്ക് പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കറൻറ്റ് റേഷ്യോ എത്രയാണെന്നുള്ളത് നോക്കാം. ആ കറൻറ്റ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ എഴുതാം. സപ്പോസ് ആ കറൻറ്റ് റേഷ്യോ 2:1 കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഈ റേഷ്യോ പ്രൊപ്പോർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കറൻറ്റ് ലയബിലിറ്റിക്ക് ഇരട്ടിയിൽ കൂടുതലായിട്ട് കറൻറ്റ് അസറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈ റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ അതിന് ഇൻ്റർപ്രിട്ടേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹൈ റേഷ്യോ ആയതുകൊണ്ട് ബിസിനസ് അതിൻ്റെ ഫണ്ടുകൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഐഡിലായിട്ടുള്ള ക്യാഷ് ഉണ്ട്, അങ്ങനെയുള്ള റീസൺസ് ഒക്കെ നമുക്ക് എഴുതാം. ഇനി ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക? ലോ റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട കാര്യം, ലിക്വിഡിറ്റി പൊസിഷൻ നല്ലതല്ല, ഇറ്റ് ഈസ് ബാഡ് ആൻഡ് ദ ഫേം വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു പേ ഓഫ് ഇറ്റ്സ് ഡെറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണ് കറൻറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. കറൻറ്റ് റേഷ്യോ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കറൻറ്റ് അസറ്റ്സ് ഏതൊക്കെയാണ്, കറൻറ്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് അറിയാമെങ്കിൽ കറൻറ്റ് റേഷ്യോ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നോക്കുക. ഇതിൽ തന്നിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? മെഷീനറി, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, സ്റ്റോക്ക്, ബിൽസ് പേയബിൾ, എക്സ്പെൻസ് പേയബിൾ ആൻഡ് ലോങ് ടേം ലോൺസ്. സോ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം, ആദ്യം ഇതിൽ കറൻറ്റ് അസറ്റ്സ് ഏതൊക്കെയാണ്, കറൻറ്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്യുക വെദർ മെഷീനറി ഈസ് എ കറൻറ്റ് അസറ്റ് ഓർ കറൻറ്റ് ലയബിലിറ്റി. ഇറ്റ് ഈസ് എ ഫിക്സഡ് അസറ്റ്. സോ ഇതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്? ഇറ്റ് ഈസ് എ കറൻറ്റ് അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റ് ആണ്. സൺട്രി ഡെറ്റേഴ്സ് കറൻറ്റ് അസറ്റ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് കറൻറ്റ് അസറ്റ് ആണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കറൻറ്റ് അസറ്റ് ആണ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് കറൻറ്റ് ലയബിലിറ്റി ആണ്. സ്റ്റോക്ക് എന്ന് പറയുന്നത് കറൻറ്റ് അസറ്റ് ആണ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് കറൻറ്റ് ലയബിലിറ്റി ആണ്. എക്സ്പെൻസ് പേയബിൾ കറൻറ്റ് ലയബിലിറ്റി ആണ്. ദെൻ ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് എന്താണ്? അത് ലോങ് ടേം ആണ്. ലോങ് ടേം ആയതുകൊണ്ട് അത് കറൻറ്റ് ലയബിലിറ്റി കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. സോ നമുക്ക് ടോട്ടൽ 5 കറൻറ്റ് അസറ്റ്സും 3 കറൻറ്റ് ലയബിലിറ്റീസും ആണുള്ളത്. ഓക്കെ, സോ നമുക്ക് കറൻറ്റ് അസറ്റ്സ്, ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ കറൻറ്റ് അസറ്റ്സ് ഏതൊക്കെയാണ് എടുക്കേണ്ടത്? 2000 പ്ലസ് 1,67,500 പ്ലസ് 15,000 പ്ലസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് വരുന്നത്? 20,000. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്
സൺഡ്രി ക്രെഡിറ്റേഴ്സിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് 1,45,000. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് കൂട്ടുന്ന സമയത്ത് ഇവിടെ ഒരു ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. 15,500 ആണ്. ഓക്കെ, ചേഞ്ച് ചെയ്യുക, 15,500. സോ ഇവിടെ നമുക്ക് ടോട്ടൽ അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 3,50,000 ആണ്. ഓക്കെ, 3,50,000 കിട്ടും. ദെൻ കറണ്ട് അസറ്റ്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? സൺഡ്രി ക്രെഡിറ്റേഴ്സ് 1,50,000. ദെൻ ബിൽസ് പേയബിൾ 38,000. അതുപോലെ എക്സ്പെൻസ് പേയബിൾ 12,000. സോ ടോട്ടൽ 1,50,000 പ്ലസ് 38,000 പ്ലസ് 12,000 നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് 2,00,000 കിട്ടും. ഓക്കെ, സോ നമ്മളുടെ കറണ്ട് റേഷ്യോ നമ്മളെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ദാറ്റ് ഈസ് കറണ്ട് അസറ്റ് എത്രയാണ് നമുക്ക് വന്നിരിക്കുന്നത്? 3,50,000 ഡിവൈഡഡ് ബൈ 2,00,000. സോ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.75 ആണ്. സോ 1.75:1. അതായത് കറണ്ട് ലയബിലിറ്റി 1 ആണെന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1.75. ഓക്കെ, സോ നമുക്ക് കറണ്ട് റേഷ്യോ എത്ര കിട്ടി? കറണ്ട് റേഷ്യോ ഇസ് ഇക്വൽ ടു 1.75:1. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളുടെ കഴിഞ്ഞു. കറണ്ട് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതാം. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതേണ്ടത്? നമുക്കറിയാം സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഓക്കെ, 2:1 കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 2:1 കുറവാണെന്നുണ്ടെങ്കിൽ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ ലിക്വിഡിറ്റി പൊസിഷൻ ഈസ് നോട്ട് ഗുഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എങ്ങനെ എഴുതാം? ദ കറണ്ട് റേഷ്യോ ഷോസ് ദാറ്റ് ഫോർ എവറി ₹1 ഓഫ് കറണ്ട് ലയബിലിറ്റീസ് there are current assets worth ₹1.75. Hence, the firm will not find much difficulty in meeting its current liabilities. However, the current ratio is just below the standard. Okay. സോ നമുക്കിവിടെ പറയാവുന്ന കാര്യം, നമുക്ക് 2:1 താഴെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും 2:1 താഴെയാണെങ്കിലും ഇറ്റ് ഈസ് നിയർലി ടു 1.75 ആണ്. അതായത് നമുക്ക് 1 കൂടുതലാണ്. 1 എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയേക്കാളും കൂടുതലാണ്. പക്ഷേ 2 എത്തിയിട്ടില്ല. എങ്കിലും നമുക്ക് എന്ത് പറയാം? അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൗവർ, എന്നാൽ പോലും നമ്മളുടെ കറണ്ട് റേഷ്യോ സ്റ്റാൻഡേർഡിന് താഴെയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് വേർഡ്സിൽ വേണമെങ്കിലും ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതാം. അപ്പോൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ എന്താണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെ പറയാം. ഹിയർ ദിസ് പ്രോബ്ലം റെപ്രസെൻറ്റ്സ് കറണ്ട് റേഷ്യോ ഇസ് ഇക്വൽ ടു 1.75:1. ദ സ്റ്റാൻഡേർഡ് കറണ്ട് റേഷ്യോ ഈസ് 2:1. Here the current ratio of this firm shows an amount below the standard. Okay, however, the firm will not find much difficulty in meeting its current liabilities. അതിൻ്റെ കറണ്ട് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുക. കാരണം 1.75 ആണ്. അത് നേരെ മറിച്ച് 1 താഴെയോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം പൂവർ ആയിട്ടുള്ള ബിസിനസ്സാണ്, പൂവർ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത് എന്നൊക്കെ പറയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുക. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ചെയ്യുക. അതിൻ്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കലാണെങ്കിൽ ഹാഫ് പോർഷൻ നമ്മളതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ലിമിറ്റേഷൻസ് ഓഫ് കറണ്ട് റേഷ്യോ. എന്തൊക്കെയാണ് കറണ്ട് റേഷ്യോയുടെ ലിമിറ്റേഷൻസ്? ഇപ്പോൾ നമുക്കറിയാം കറണ്ട് റേഷ്യോ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ കണ്ടു, ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി മാത്രമേ നോക്കുന്നുള്ളൂ, ക്വാളിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, വെറും ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾക്കറിയാം പിന്നെ ഒരു കറണ്ട് റേഷ്യോ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ആ കാറ്റഗറിയിൽ പല അസറ്റ്സുകളും ഉണ്ടല്ലോ. സ്റ്റോക്ക് ഉണ്ട്, ക്യാഷ് ഉണ്ട്, അതേപോലെ ബിൽസ് റിസീവബിൾ ഉണ്ട്, പിന്നെ അങ്ങനെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉണ്ട്. ഇതൊക്കെ കറണ്ട് അസറ്റിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, ഓരോ കറണ്ട് അസറ്റിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്.
പക്ഷേ നമ്മൾ അതൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. വെറും ക്വാണ്ടിറ്റി മാത്രം, ടോട്ടൽ കറണ്ട് അസറ്റ്സ് എത്രയാണ്, ടോട്ടൽ കറണ്ട് ലയബിലിറ്റി എത്രയാണ് എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മളുടെ റേഷ്യോ ഫേവർ ആണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള റേഷ്യോ ഫേവർ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഫേം ഒരു ഫിനാൻഷ്യൽ ട്രബിളിലായിരിക്കും. കാരണം അവിടുത്തെ സ്റ്റോക്കോ വർക്ക് ഇൻ പ്രോഗ്രസ്സോ ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ. നമുക്കറിയാം സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസ് ഇതൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? കറൻറ്റ് അസറ്റാണ്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോൾഡ്. നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ നമ്മൾ സെയിൽസ് നടത്തിയിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കറൻറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കറൻറ്റ് റേഷ്യോ കിട്ടുകയും ചെയ്യും. സോ നമുക്ക് 100% ഈ ഒരു റേഷ്യോ നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ പറയാൻ പറ്റില്ല. കാരണം അത് ക്വാണ്ടിറ്റി മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, നോട്ട് ദ ക്വാളിറ്റി. അത് ഒന്നാമത്തെ ലിമിറ്റേഷനാണ്. അതുകൊണ്ടാണ് ആ റേഷ്യോയെ ക്രൂഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്രൂഡ് റേഷ്യോ ബിക്കോസ് ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ അടുത്ത ലിമിറ്റേഷൻ പറയുന്നത് ഓൾ കറൻറ്റ് അസറ്റ്സ് ആർ ട്രീറ്റഡ് അലൈക്ക് but they are not equally or readily realizable in cash to meet total current liabilities. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ ഇതിലുള്ള കറൻറ്റ് അസറ്റ്സിനെ എല്ലാത്തിനെയും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. എന്നാൽ ഇതിൽ ചില ഐറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യണം, വേഗത്തിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചില അസറ്റ്സിനെ നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പോൾ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ബിസിനസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ, നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ കസ്റ്റമേഴ്സ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് എന്നുള്ളതിൽ നിന്നും എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ക്യാഷ് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാ കറൻറ്റ് അസറ്റ്സിൽ നിന്നും നമുക്ക് ഈസിലി ക്യാഷായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കറൻറ്റ് അസറ്റ്സിനെ എല്ലാത്തിനെയും ഒരൊറ്റ കാറ്റഗറി ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷനാണ്. ദെൻ ദ റേഷ്യോ ക്യാൻ ഈസിലി ബി മാനിപ്പുലേറ്റഡ് ബൈ ഓവർ വാല്യൂയിങ് ദി കറൻറ്റ് അസറ്റ്സ് ഓർ എക്സ്ക്ലൂഡിങ് സർട്ടൻ കറൻറ്റ് ലയബിലിറ്റീസ്. ഇപ്പോൾ ഒരു ബിസിനസ്, നമ്മളുടെ ബിസിനസ്സിൻ്റെ ഈ ഒരു പിക്ചർ, കറൻറ്റ് റേഷ്യോ പിക്ചറൊക്കെ നമ്മൾ നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റാൻഡേർഡ് റേഷ്യോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാനിപ്പുലേഷൻ ചെയ്യാം. അതായത് മാനിപ്പുലേഷൻ ചെയ്യാൻ തന്നെ കറൻറ്റ് റേഷ്യോ നമുക്ക് എങ്ങനെ കിട്ടും? കറൻറ്റ് അസറ്റ്സ് കൂടുതലും കറൻറ്റ് ലയബിലിറ്റി കുറവുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കറൻറ്റ് റേഷ്യോ കിട്ടും. സോ ഓൾറെഡി ഉള്ള കറൻറ്റ് അസറ്റ്സിനെ നമ്മൾ ഒന്നുകൂടെ കൂട്ടി കാണിക്കുകയും കറൻറ്റ് ലയബിലിറ്റീനെ കുറച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായി, നമുക്ക് മാനിപ്പുലേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ അങ്ങനെ മാനിപ്പുലേഷൻ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വിൻഡോ ഡ്രസ്സിങ്. വിൻഡോ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് ദി കറൻറ്റ് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കറൻറ്റ് റേഷ്യോ ഇംപ്രൂവ് ചെയ്ത് കാണിക്കുന്ന ആ പ്രാക്ടീസിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിൻഡോ ഡ്രസ്സിംഗ് ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ഓഫ് കൺസീൽ ദ ഫാക്ട്സ്, ഒറിജിനൽ ഫാക്ട്സുകൾ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് പ്രസൻറ്റ് എ ബെറ്റർ പിക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ഫേം ദാൻ വാട്ട് ഇറ്റ് ഈസ് ആക്ച്വൽ. എന്താണോ ഒറിജിനൽ ഉള്ളത് അത് കാണിക്കാതെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് വിൻഡോ ഡ്രസ്സിംഗ്. അതായത് ആർട്ടിഫിഷ്യൽ ഇംപ്രൂവ്മെൻറ്റ് ഇൻ കറൻറ്റ് റേഷ്യോ. So what is window dressing? It is the practice of improving the current ratio through manipulation of accounts. So എങ്ങനെയൊക്കെയാണ് നമുക്ക് വിൻഡോ ഡ്രസ്സിങ് ചെയ്യാൻ പറ്റുക? വിൻഡോ ഡ്രസ്സിങ് ചെയ്യാൻ നമുക്ക് ഇൻക്രീസിങ് ദ ഇൻവെൻറ്ററി വാല്യൂസ്. ഇൻവെൻറ്ററി വാല്യൂ എന്ന് പറയുമ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കൂട്ടിക്കാണിക്കാം. നമുക്കറിയാം സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്ററിൽ സ്റ്റോക്ക് വാല്യൂഷന് പല മെത്തേഡ്സും ഉണ്ട്. ഓക്കെ, ഈ പല മെത്തേഡ്സിൽ ഇപ്പോൾ ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, അങ്ങനെ പല കാറ്റഗറിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്കിനെ വാല്യൂ ചെയ്യാം. അപ്പോൾ ഈ സ്റ്റോക്ക് വാല്യുവേഷനിൽ നമ്മൾ സ്റ്റോക്കിൻ്റെ വില കൂടുതലായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് അസറ്റിൻ്റെ വാല്യൂ കൂടുതലാകും. സോ കറൻറ്റ് അസറ്റ് കൂടുതലായി വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കറൻറ്റ് റേഷ്യോ എന്താകും, സ്റ്റാൻഡേർഡ് റേഷ്യോ ആയി മാറും. സോ മാനിപ്പുലേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ദെൻ പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഫോർ ക്യാഷ്. നമുക്കൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാനുണ്ട്, അർജൻറ്റായിട്ട് ബിസിനസ്സിൽ വാങ്ങിക്കാനുള്ളൊരു ഫിക്സഡ് അസറ്റ് ഉണ്ട്. പക്ഷേ ഈ ഫിക്സഡ് അസറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാം, നമ്മളുടെ ക്യാഷ് പോവും.
നമ്മളുടെ ക്യാഷ് അത്രയും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് അസറ്റ് അത്രയും കുറയും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫിക്സഡ് അസറ്റ് ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. നേരെ മറിച്ച് ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാൽക്കുലേഷനും അക്കൗണ്ട്സ് ഒക്കെ സെറ്റിലായി കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ക്യാഷ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. സോ നമ്മൾ ഇപ്പോൾ വാങ്ങിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നത് ഒരു മാനിപ്പുലേഷനാണ്. ദെൻ സെല്ലിങ് എ ഫിക്സഡ് അസറ്റ് ഫോർ ക്യാഷ്. ഇപ്പോൾ തൽക്കാലം നമ്മളുടെ സ്റ്റാൻഡേർഡ് റേഷ്യോയിലേക്ക് എത്തിക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഒരു ഫിക്സഡ് അസറ്റിനെ, ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റിനെ സെയിൽസ് ചെയ്യാം. ഫിക്സഡ് അസറ്റൊക്കെ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മളുടെ ക്യാഷ് ബാലൻസ് കൂടും. ക്യാഷ് ബാലൻസ് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ കറൻറ്റ് അസറ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ. ദെൻ ഡിലേ ഇൻ ദ പർച്ചേസ് ഓഫ് ഇൻവെൻറ്ററി ഓൺ ക്രെഡിറ്റ്. ഇൻവെൻറ്ററി വാങ്ങിക്കുന്നത്, ക്രെഡിറ്റിന് വാങ്ങിക്കുന്നത് ഡിലേ ചെയ്യാം. ഇൻവെൻറ്ററി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഉണ്ടാവുക, ഇൻവെൻറ്ററി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് കൂടും. അത് ക്രെഡിറ്റിനാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും, സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണവും കൂടും. സോ സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എണ്ണം കൂടി കറൻറ്റ് ലയബിലിറ്റിയും കൂടും. സോ ഈ കറൻറ്റ് ലയബിലിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാൻഡേർഡ് റേഷ്യോയിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല, നമ്മുടെ കറൻറ്റ് റേഷ്യോ കുറവായിരിക്കും. സോ ഈ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിലേ ചെയ്യുന്നു. ഓക്കെ, അതൊരു മെത്തേഡാണ് മാനിപ്പുലേഷനുള്ള. ദെൻ ഇഷ്യൂയിങ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. പുതിയ ഷെയർസ് ഡിബഞ്ചേഴ്സൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. നമുക്കറിയാം ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താണ്, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ക്യാഷ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് നമ്മളുടെ ക്യാഷ് ബാലൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് അപ്പോൾ ഒരു മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ്. ദെൻ പേയിങ് ഓഫ് കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് ലയബിലിറ്റീസ് നമ്മൾ പേ ഓഫ് ചെയ്യാം, തിരിച്ചു കൊടുക്കുക. അപ്പോൾ അതും ഒരു, ഇപ്പോൾ ബിൽസ് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മണി പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻറ്റ് റേഷ്യോ നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കറൻറ്റ് ലയബിലിറ്റി പേ ഓഫ് ചെയ്യാം. അതൊരു മെത്തേഡാണ്. ദെൻ കൺസിഡറിങ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആർ ആസ് ലോങ് ടേം ഡെപ്റ്റ്സ്. ഷോർട്ട് ടേം ലയബിലിറ്റിയെ നമുക്ക് ലോങ് ടേം ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, അതിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം, ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊക്കെ മാനിപ്പുലേഷനാണ്. സോ ഈ മാനിപ്പുലേഷനിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഒറിജിനലുള്ള പിക്ചറിനെ നമുക്ക് അതിനെ മറച്ചു വെക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് വിൻഡോ ഡ്രസ്സിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എക്സാമിന് വരാറുള്ളതാണ്. വിൻഡോ ഡ്രസ്സിങ് എന്താണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വിൻഡോ ഡ്രസ്സിങ് പോസിബിൾ ആവുക എന്നുള്ളത്. ഓക്കെ, സോ കറൻറ്റ് റേഷ്യോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.